നമസ്കാരം. 5ാം ടെസ്റ്റ് 1ാം ദിവസം. ഇന്നത്തെ ദിവസം ഇന്ത്യക്ക് ഒരു നല്ല ദിവസമായിരുന്നു ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പറയാൻ പറ്റില്ല, നാളെ പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്ന സ്ഥിതി നല്ലതാണെന്ന്. വിക്കറ്റ് നോക്കുമ്പോഴത്തേക്ക് ബോളിങ്ങിന് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വിക്കറ്റായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ അതിന് തക്കതായിട്ടുള്ള ബോളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇന്ത്യയുടെ ടീം സെലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇങ്ങനെ ഒരു ഗ്രീൻ ടോപ്പായിട്ടുള്ള വിക്കറ്റിൽ ഇങ്ങനെ പേഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ പിച്ച് കണ്ടാൽ തന്നെ അറിയാം നല്ല ഗ്രീൻ ടോപ്പായിട്ടിരിക്കുന്ന ഒരു പിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിക്കറ്റിൽ 3 പേഴ്സേഴ്സിനെയും 2 സ്പിന്നേഴ്സിനെയും വേറെ ബോളേഴ്സ് ഇല്ലാതെ കളിപ്പിക്കുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല. മേ ബി അവർക്ക് പ്ലാൻ ഉണ്ടാവും, പക്ഷേ എനിക്കത് അത്ര ദഹിക്കുന്നില്ല. പ്രത്യേകിച്ചും പ്രസിദ്ധ് കൃഷ്ണയാണ് ഒരു ബോളർ. അതുപോലെ തന്നെ സിറാജ് ഓൾറെഡി 5ാമത്തെ ടെസ്റ്റാണ് കളിക്കുന്നത്. അപ്പോൾ അത്രയും ടയർഡായിട്ടുള്ള ഒരു ബോളറാണ് സിറാജ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ ആകാശ്ദീപ് ഇനിയിപ്പോൾ ഒരു പരിക്ക് കഴിഞ്ഞിട്ട് വരുവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുമെന്നറിയില്ല. അപ്പോൾ ആ 3 ബോളേഴ്സിനെ വെച്ചിട്ട് ഇന്ത്യ മാനേജ് ചെയ്യാൻ പറ്റുമോ? ബൂമറ ഇല്ലാത്തപ്പോൾ ഇന്ത്യ നന്നായിട്ട് പെർഫോം ചെയ്ത് ആ ഒരു ടെസ്റ്റിലാണ് ഇന്ത്യ ജയിച്ചത്. ഒരു പക്ഷേ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തേക്കാം, എനിക്കറിയില്ല. പക്ഷേ ഒരു പ്രഥമ ദൃഷ്ടിയാണ് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഇംഗ്ലണ്ട് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് അവർ ഇന്ത്യയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയാണ് ടീം ഇട്ടത്. കാരണം ബൂമറ കളിക്കില്ല എന്ന് അവർക്കറിയാം. ബൂമറ ഓൾറെഡി 3 ടെസ്റ്റേ കളിക്കുള്ളൂ എന്ന് പറയാം, അല്ലെങ്കിൽ തന്നെ ടയർഡാണ്. അങ്ങനെ ഇന്ത്യയുടെ മറ്റ് പേസ് ബോളേഴ്സ് പരിക്കിൻ്റെ പിടിയിലാണ്. ആകാശ്ദീപ് പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗ് പരിക്കിൻ്റെ പിടിയിലാണ്. സോ ഇന്ത്യയുടെ പേസ് ബോളിങ് പൊതുവെ വീക്കാണ്, സിറാജ് ടയർഡാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവർ ഈ ഒരു ഗ്രീൻ ടോപ്പ് വിക്കറ്റ് പേഴ്സണെ ഇത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു വിക്കറ്റ് അവർ റെഡിയാക്കിയിട്ട് അതിനുശേഷം അവർ സെലക്ട് ചെയ്ത ബോളേഴ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ ടീമിൽ ഫ്രഷ് ആയിട്ടുള്ള ബോളേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ചും അറ്റ്കിൻസൺ അതുപോലെ തന്നെ ജോഷ് ടങ്ക് ഒക്കെ ഫ്രഷ് ആയിട്ട് വരുന്ന ബോളേഴ്സാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ക്രിസ് വോക്സ് ആണ്. ക്രിസ് വോക്സും ഈ സിറാജിൻ്റെ കാര്യം പറഞ്ഞാൽ 5 ടെസ്റ്റ് കളിക്കുന്ന ഒരു ബോളറാണ്. പക്ഷേ അവർക്കൊരു സീനിയർ ബോളർ വേണമല്ലോ ലീഡ് ചെയ്യാനുണ്ട്. സോ ക്രിസ് വോക്സ് കളിക്കുന്നുണ്ടായിരുന്നു. സോ ഇതായിരുന്നു അവരൊരു 2 ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ ഇംഗ്ലണ്ട് ഓക്കെ ആയിരുന്നു. അവർ ബ്രില്യൻ്റായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യ കുറച്ച് ഡിസപ്പോയിൻറ്റ് ചെയ്തു എന്നെ ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഇന്നത്തെ ദിവസത്തെ മാച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ഈ ഒരു സീരീസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മുതലാക്കിയിട്ടുണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലൊരു ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ക്യാച്ച് ആയാലും ശരി അതുപോലെ റണ്ണൗട്ട് ആയാലും ശരി വേണ്ട പ്രഷർ സിറ്റുവേഷൻസിൽ അവർക്കത് പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് കൃത്യമാണ്. കാരണം ശുഭ്മാൻ ഗില്ലിൻ്റെ റണ്ണൗട്ട് അതുപോലെ തന്നെ ആദ്യത്തെ റിവ്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ കൃത്യസമയത്ത് വേണ്ട പോലെ ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിന് ഇന്നത്തെ ദിവസം സാധിച്ചു. ആദ്യം തന്നെ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ജയ്സ്വാളിന് ടെക്നിക്കൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഓഫ് ബാലൻസ് ആയിട്ടുള്ളൊരു ബോൾ, അകത്തേക്ക് വന്നൊരു ബോൾ, ഫുഡ് വർക്ക് ഒന്നും കറക്റ്റ് അല്ലാത്ത രീതിയിൽ LBW അത് കൃത്യമായിട്ട് ഇംഗ്ലണ്ട് റിവ്യൂ ചെയ്തു. അത് അവർക്ക് വിക്കറ്റ് കിട്ടുകയും ചെയ്തു. അതെന്തായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നല്ലൊരു ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കളി തുടങ്ങിയ ഉടനെ തന്നെ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് എടുക്കാൻ പറ്റിയത്. പിന്നീട് KL രാഹുൽ ഇതേ ഒരു ലൈനിൽ വരുന്ന ബോളിൽ KL രാഹുൽ തുടർച്ചയായിട്ട് ഈ സീരീസിൽ ഒരുപാട് പ്രാവശ്യം ആയിട്ടുണ്ട്. അതായത് ഒരു 6th സ്റ്റംപിൾ വരുന്ന പല രീതിയിലാണ് ഇന്ന് ഇൻസൈഡ് അടിച്ച് ബൗൾഡ് ആവുമായിരുന്നു. ഇതിനു മുമ്പ് ഇതേ ലൈനിൽ വരുന്ന ബോളിൽ ക്യാച്ചായിട്ട് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈൻ KL രാഹുലിനെ ട്രബിൾ ചെയ്യുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നീട് വരുന്ന 2 സ്റ്റണ്ണിങ് ആയിട്ടുള്ള ബോൾ, അതായത് ജോഷ് ടങ്ക് ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ വളരെ ഓഫായിട്ടാണ് ബോൾ ചെയ്തത്. അതായത് വൈഡൊക്കെ ഇറങ്ങി ഒരു ലൈൻ കൃത്യതയില്ലാതെ ബോൾ ചെയ്തൊരു ബോളറാണ് ജോഷ് ടങ്ക്. പക്ഷേ എടുത്ത 2 വിക്കറ്റ് കിടലിന് 2 വിക്കറ്റാണ്. അതായത് ജഡേജയുടെയും അതുപോലെ തന്നെ സായി സുദർശൻ നന്നായിട്ട് കളിച്ചു വന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു വന്നതാണ്. ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് കളിച്ചു, സൂപ്പറായിട്ടുള്ളൊരു ഓൺ ഡ്രൈവ് കളിച്ചു. അങ്ങനെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് സായി സുദർശൻ്റെ വിക്കറ്റ് എടുക്കുന്നത്. അതിനുശേഷം ജഡേജയുടെ വിക്കറ്റ്, രണ്ടും സൂപ്പറായിട്ടുള്ളൊരു ബോൾ. കരുൺ നായർ ഇന്ത്യക്ക് വേണ്ടി ഡീസൻ്റായിട്ട് ബാറ്റ് ചെയ്തു. ഇന്ന് 50 അടിച്ചു. നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. ആ പാർട്ട്ണർഷിപ്പ് ജുറേലുമായിട്ടും ബിൽഡ് ചെയ്തു. അതിനുശേഷം വാഷിംഗ്ടൺ സുന്ദറുമായിട്ടും ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു. സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. നല്ല കവർ ഡ്രൈവ്സ് കളിച്ചു. വളരെ ക്ഷമയോടെ ബാറ്റ് ചെയ്തു. ലൂസ് ഹാൻഡ്സ്, ഫ്രീ ഹാൻഡ് വെച്ചിട്ട് ബാറ്റ് ചെയ്തു. നല്ലൊരു ടെമ്പറമെൻറ്റ് കാണിച്ചു അവിടെ നിൽക്കാനുള്ള. ഇടയ്ക്കൊക്കെ ഇച്ചിരി ഒരു കോൺസെൻട്രേഷൻ പോകുന്ന പോലെ തോന്നിയെങ്കിലും വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്തു. സാഹചര്യം വളരെ മോശമായിരുന്നു. ബോളിങ്ങിന് നല്ല രീതിയിൽ പേസ് ബോളിംഗ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചായിരുന്നു. സോ ഇപ്പോഴത്തെ ഈ അടിച്ച 50 ശരിക്കും പറഞ്ഞാൽ കരുൺ നായരെ സംബന്ധിച്ച് ലൈഫ് ലൈനാണ്. ഇന്ത്യയുടെ ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് കരുതിയൊരു ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഈ ഒരു 50 ഇനിയും നാളെ ഇതിനെ ഒരു 50 എന്നുള്ളത് മാക്സിമം ഒരു 80 ഒരു 100 അടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കരുൺ നായരിനെ സംബന്ധിച്ച് വലിയ പോസിറ്റീവാണ്. കാരണം ഇനിയും ടെസ്റ്റുകളിൽ കരുൺ നായറിനെ
തീർച്ചയായിട്ടും ഇനി വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഒക്ടോബറിലാണ് ടെസ്റ്റ് വരുന്നതിനെ തീർച്ചയായിട്ടും പരിഗണിക്കും ഇന്ന് പെർഫോം ചെയ്യുകയാണെന്നുണ്ട്. കാരണം ഇതൊരു ഡിഫിക്കൽട്ട് വിക്കറ്റാണ്. എന്തായാലും ഇന്ത്യ 204 എന്ന് പറയുന്ന ഒരു ടോട്ടലിലേക്ക് എത്തി. ഈ ടോട്ടൽ നല്ലതാണോ അതോ പോരയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നാളെ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്താലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ 204 ഡീസൻ്റായിട്ട് ഈ ഒരു പിച്ചിൽ ഡീസൻ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് നന്നായിട്ട് ബോൾ ചെയ്തു. അവർ അത്യാവശ്യം ഒരു സ്ലൈറ്റ്ലി എഡ്ജ് ഇന്നത്തെ ദിവസം ആരും മേളിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് സ്ലൈറ്റ്ലി മേളിൽ നിൽക്കുന്നു എന്ന് പറയാം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 6 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ഇനി ഒരു വിക്കറ്റും കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടെയിലിലേക്ക് എത്തും. സോ നാളെ ഒരു മോർണിംഗ് സെഷനിൽ രാവിലത്തെ ആ ഒരു സപ്പോർട്ടും കൂടെ ഫസ്റ്റ് സെഷൻ്റെ സപ്പോർട്ടും കൂടെ കിട്ടുമ്പോഴത്തെ ഇംഗ്ലണ്ടിന് ഒരു പക്ഷേ ഇന്ത്യയെ എറിഞ്ഞിടാൻ സാധിച്ചേക്കാം. അത് സർവൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു 250 + 300 അടുപ്പിച്ചൊക്കെ ഒരു സ്കോറിലേക്ക് എങ്ങനെയും എത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു 270 അങ്ങനെയൊക്കെ എത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിച്ചിൽ നല്ല സ്കോർ ആയിരിക്കും. ഇത് പൊതുവെ ഒരു ലോ സ്കോറിംഗ് ആയിട്ടുള്ളൊരു പിച്ചാവാനാണ് സാധ്യത കൂടുതൽ. സോ ഇനി ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്ത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് ഈ ഒരു 3 പേസ് ബോളേഴ്സിനെ വെച്ചിട്ട് 2 സ്പിന്നറിനെ വെച്ചിട്ട് ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് മഴ ഒരുപാട് തടസ്സപ്പെടുത്തിയ ഒരു ദിവസം. അതുപോലെ തന്നെ ക്രിസ് വോക്സിൻ്റെ ഒരു പരിക്ക്, ഷോൾഡറിൽ ഡിസ്ലോക്കേറ്റ് ആയിന്ന് തോന്നുന്നു കണ്ടിട്ട്, വളരെ സിവിയർ ആയിട്ടുള്ളൊരു പരിക്കായിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ഇച്ചിരി പ്രശ്നമാണ്. കാരണം പേസ് ബോളിങ്ങിൽ അവരുടെ 2 ബോളേഴ്സ്, ഒന്ന് ഓവർട്ടണും അതുപോലെ തന്നെ ജോഷ് ടങ്കും ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഇന്ന് ബോൾ ചെയ്തത്. നന്നായിട്ട് ബോൾ ചെയ്തത് അറ്റ്കിൻസണും അതുപോലെ തന്നെ ക്രിസ് വോക്സാണ്. ക്രിസ് വോക്സിനാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. സോ ഇനി അറ്റ്കിൻസൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പറായിട്ട് ബോൾ ചെയ്തിരുന്നു. അതായത് 19 ഓവർ എറിഞ്ഞിട്ട് 1.63 ആണ് എക്കോണമി. അത്ര റൺ കൊടുത്തില്ല, 2 വിക്കറ്റ് കിട്ടും. സൂപ്പറായിട്ട് ബോൾ ചെയ്തു, ഒരു രക്ഷയില്ല. അറ്റ്കിൻസൺ നല്ല ഫോമിലാണ്, നല്ല ഒരു റിതമുണ്ട്, നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈൻ ആൻഡ് ലെങ്ത് കീപ്പ് ചെയ്ത് എറിയാൻ പറ്റുന്നുണ്ട്. നാളത്തെ മോർണിംഗിലെ സെഷനിൽ അറ്റ്കിൻസന് തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു വിക്കറ്റ് 2 പേരിൽ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് നാളെ രാവിലെ കാണാൻ സാധിക്കും. അതല്ല, ഈ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. ഒരു 250 നല്ല സ്കോറാണെന്ന് ഞാൻ കരുതുന്നു. സത്യം പറഞ്ഞാൽ അറിയില്ല, കാരണം ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാൽ അവരെങ്ങനെ ഈ പിച്ചിൽ ബാറ്റ് ചെയ്യുന്നത് നോക്കിയാലേ നമുക്ക് ഇത് നല്ല സ്കോറാണോ ഇല്ലെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഗില്ലിൻ്റെ റണ്ണൗട്ട് ഗില്ല് ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്ത് വന്നതാണ്. നല്ല രീതിയിൽ നല്ല സെറ്റായിട്ട് ബാറ്റ് ചെയ്ത് വന്നതാണ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള മിഡിലിൽ നിന്ന് 2-3 ഷോട്ട്സ് ഒക്കെ അടിച്ച് ഇന്ന് ഗില്ല് നല്ലൊരു ബിഗ് സ്കോറിലേക്ക് തോന്നിപ്പിക്കുന്ന സമയത്താണ് ഒരു റണ്ണൗട്ട്. ഏത് സമയത്ത് ഇങ്ങനെ തോന്നുന്നു അറിയില്ല, ഇങ്ങനെ ഇറങ്ങി ഓടാനായിട്ട്. അതിനകത്ത് റണ്ണില്ല. സായ് സുദർശനെ കുറ്റം പറയാനേ പറ്റില്ല, അതിനകത്ത് റണ്ണേ ഇല്ല. ഗില്ല് ഇറങ്ങി ഓടി, അത് കറക്റ്റായിട്ട് ഇംഗ്ലണ്ട് അത് യൂസ് ചെയ്തു. അറ്റ്കിൻസൺ ആ ത്രോ കറക്റ്റായിട്ട് ചെയ്തു. അതാണ് ഇംഗ്ലണ്ട് ഏത് ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നോ അവരത് കറക്റ്റായിട്ട് ഈ സീരീസിൽ ഉടനീളം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സീരീസിൽ മുന്നിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചത് ഇന്ത്യയാണ്. നല്ല പെർഫോമൻസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. സെഷൻ ബൈ സെഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സെഷൻസ് വിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ 2-1 ഇംഗ്ലണ്ട് ലീഡ് ചെയ്യുന്നതിൻ്റെ റീസൺ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് കറക്റ്റായിട്ടുള്ള കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അത് അണ്ടർ പ്രഷറിലൊക്കെ വരുന്ന സിറ്റുവേഷൻസിലുള്ള സംഭവങ്ങൾ അവർ കറക്റ്റായിട്ട് അവർ ആ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നുണ്ട്. നല്ലൊരു ക്യാച്ച് ഹാരി ബ്രൂക്ക് എടുത്തു. അങ്ങനെ ക്യാച്ചുകൾ, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ സൂപ്പറായിട്ട് ഇംഗ്ലണ്ട് യൂസ് ചെയ്യുന്നുള്ളതാണ് ഈ സീരീസിൽ ഇംഗ്ലണ്ടിനെ മുന്നിൽ നിർത്തുന്നത്. എന്തായാലും നാളത്തെ ദിവസം നമുക്ക് എന്താവുമെന്ന് കണ്ടതിന് അറിയണം. ഒരു ഓവർകാസ്റ്റ് കണ്ടീഷനൊക്കെ ഉണ്ട്. ഇന്ത്യ എങ്ങനെ ബാറ്റ് ചെയ്യും, ഇന്ത്യയുടെ ബോളേഴ്സ് 3 ഈ പേസ് ബോളേഴ്സ് തളർന്ന സിരാജും മറ്റ് 2 പേരും ചേർന്നിട്ട് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും ക്യൂരിയസ് ആയിട്ട് നോക്കി കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഐഡിയ ഇല്ല. എന്തായാലും നാളത്തെ മാച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂവിൽ കാണുന്നതിന് വരെ ബൈ.